ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് ഏകാദശി ആയിരുന്നു. രാവിലെ കുറച്ച് തിരക്കായിരുന്നു. വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഈവനിങ് ആണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ മെസ്സേജസ് ഇടാൻ സാധിക്കാറുള്ളത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ സമയത്ത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ലോങ് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കൃഷ്ണ മെസ്സേജസ് പറയുമെന്ന്. അതാണ് ഞാൻ ഈ ഒരു സമയത്ത് വീഡിയോ ചെയ്തത് കേട്ടോ. ഓക്കെ സോ നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സും നോക്കാം, കൂടെ ടാരോയും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ യൂണിവേഴ്സ് എന്താണ് ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് എന്താണ് ഏഞ്ചൽസ് അല്ലെങ്കിൽ കൃഷ്ണ, ലോർഡ് കൃഷ്ണ എന്ന് പറയുന്നത് ഡിവൈൻ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ കാണുന്നവർ പല റിലീജിയനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണ എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ എടുക്കണം. നിങ്ങളുടേതായിട്ടുള്ള ഡിവൈൻ പറയുന്ന രീതിയിൽ എല്ലാം ഒരു സോഴ്സ് ഓഫ് എനർജിയാണല്ലോ. എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ, 6 ഓഫ് കപ്സ് ആണ് ആദ്യം കിട്ടിയ കാർഡ്. ഓക്കെ, കാർഡ്സ് ആദ്യം എടുക്കട്ടെ. മൂൺ കാർഡ് ഉണ്ട്. ഗ്രാസ് ഇസ് ഗ്രീനർ ഓൺ അതർ സൈഡ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് തോന്നും ഇവിടെ ഇരിക്കുമ്പോൾ അക്കരെയാണ് വളരെ നല്ലത്, ആ ഒരു പേഴ്സൺ ആയിരുന്നു നല്ലത്. ആ പേഴ്സൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക എൻ്റെ എക്സ് ആയിരുന്നു നല്ലതെന്ന്. ഇങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന കാര്യം ഇപ്പോഴത്തെ ലോകത്ത്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. 2 ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. 8 ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻസ്. ഓക്കെ, കൃഷ്ണാസ് മെസ്സേജ് നോക്കാം. അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അല്ല, നമുക്ക് ഡിവൈൻ്റെ ആണ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു ഡെക്കാണ് എൻ്റെ കയ്യിലുള്ളത്. നമുക്ക് ആ ഒരു മെസ്സേജസ് കൂടി നോക്കാം. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് എന്താണ്. യെസ് കാർഡ് വന്നിട്ടുണ്ട്. ഇതൊരു സംതിങ് ബെറ്റർ എന്നൊരു ഓപ്ഷൻസും കൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ബിഗ് ചേഞ്ചസും വന്നിട്ടുണ്ട്. 2 കാർഡെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ റിമെയിൻ പോസിറ്റീവ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇതൊക്കെയാണ് കാർഡ്സ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബോട്ടം, ആസ്ക് യുവർ ഏഞ്ചൽസ്. നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾ തന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നു കേട്ടോ. ഇവിടെ ടാരോ റീഡിങ്, ഇപ്പം എൻ്റെ സോൾ പർപ്പസ് ആണ് ടാരോ റീഡിങ്. പക്ഷേ ഞാൻ പറയാറുണ്ട് എൻ്റെ ക്ലയൻസിനോട്, കുഞ്ഞു ചോദ്യങ്ങളൊന്നും നിങ്ങളെന്നോട് ചോദിക്കരുത്. നിങ്ങൾ തേർഡായി ഒന്ന് ഓപ്പൺ ചെയ്യൂ. തേർഡായി ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സെൽഫ് വർക്ക് ചെയ്യാം. ഒരുപാട് പേർക്ക് നല്ല ലൈഫ് വേണം, പക്ഷെ അവർക്ക് വർക്ക് ചെയ്യാൻ തയ്യാറില്ല. വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സെൽഫ് വർക്ക്, അത് നമ്മൾ തന്നെ ചെയ്യണം. ബാക്കിയുള്ള കോർപ്പറേറ്റ് ജോബ്സൊക്കെ നമ്മൾ മേ ബി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് വാങ്ങാം ഫ്രണ്ട്സിന്, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ സെൽഫ് വർക്ക് നമ്മുടെ ഓരോ സോളും ചെയ്യേണ്ട വർക്കാണ്. ഈ ഒരു ലൈഫ് ടൈം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എഗെയിൻ ബർത്ത് എടുക്കേണ്ടി വരും. ഇപ്പോൾ കണ്ടില്ല ഓരോ കേസസ്, പഴയ കേസൊക്കെ പൊന്തി വരുന്നതൊക്കെ. സത്യം ഒരിക്കലും മൂടി വയ്ക്കാൻ സാധിക്കില്ല. എത്ര കൊല്ലം പിടിച്ചാലും സത്യം പുറത്തു വരും. സത്യവും സൂര്യൻ വെളിച്ചമുള്ളതാണെന്ന് പറയാം. നമ്മൾ എവിടെ ഒളിപ്പിച്ച് വെച്ചാലും ആ ഒരു ലൈറ്റ് പുറത്തേക്ക് വരും. ടൈം എടുക്കുമായിരിക്കാം, പക്ഷെ വരും. ഓക്കെ, റിമെയിൻ പോസിറ്റീവ്, അതാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇതിൽ മേജർ ആർക്കാന കാർഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 6 ബോട്ടം നോക്കിയില്ല നമ്മൾ ടാരോൻ്റെ. ജേണിയെയാണ് പറയുന്നത്. ഒരു കാര്യം ജേണി, സ്പിരിച്വൽ ജേണി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു കാർമിക് ജേണി ആയിരിക്കാം. ഒരു ജേണി ആണല്ലോ എല്ലാവരുടെ ലൈഫിൽ. അപ്പോൾ കൃഷ്ണ അല്ലെങ്കിൽ ലോർഡ് പറയുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് ആദ്യം കിട്ടിയ കാർഡ് 6 ഓഫ് കപ്സ്. ആ 6 ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. 6 സെയിം വന്നിട്ടുണ്ട്. ഇത് 18 to ഏസ് ഓഫ് കപ്സും കപ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ. ആൻഡ് സോൾസ് ഉണ്ട്. 3 കപ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു സോഡ് എനർജിയാണ് കാണിക്കുന്നത്. ആൻഡ് 1 പെൻഡക്കിൾസ് എനർജി. എനിക്ക് തോന്നുന്നു ഇതിൽ കാണുന്നവർക്ക് കപ്പ് എനർജി, വാട്ടർ സൈൻസ് ആയിരിക്കും. ഇപ്പോൾ 12 പോർട്ടൽസ് ആണല്ലോ അല്ലേ. നാളെ 12 പോർട്ടൽ. അപ്പോൾ എന്താണ് 12 പൈസസ് എനർജിയാണെന്ന് തോന്നുന്നു സോഡിയക് സൈൻസ്. അപ്പോൾ പൈസസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് വാട്ടർ സൈൻസ് ആണ്. അപ്പോൾ വെള്ളം, ഇമോഷൻസ് വളരെ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുക, പെട്ടെന്ന് കുഞ്ഞു കാര്യങ്ങൾ ശുഭിതനാവുക, ദേഷ്യം വരിക, കരയുക, പർജിങ്സ് കൂടുതലുള്ള പേഴ്സണെയാണ് കാണിക്കുന്നത്. ഒന്നുകൂടി ഒരു വാട്ടർ സൈൻസ് റെസനേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയുന്ന മെസ്സേജസ് നോക്കാം. 6 ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പഴയ ആൾക്കാർ വരുന്നുണ്ടായിരിക്കും. പാസ്റ്റ് ലൈഫ്, പാസ്റ്റ് പേഴ്സൺ, പാസ്റ്റ് മെമ്മറീസ്, പഴയ ആൾക്കാർ നല്ല രീതിയിൽ പുതിയ ഒരു തുടക്കമായിട്ട് വരുന്നുണ്ടായിരിക്കാം. ലവേഴ്സ് കാർഡ് ഉണ്ട്. ഹൈലി സോൾമേറ്റ് കണക്ഷൻസ് പറയുന്നു. ഒരു 1-2% നമുക്ക് എന്താ പറയാം, 2% പറയാൻ സാധിക്കില്ല. 1%, 0.1%
ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കാണുന്നവരെല്ലാവരും ട്വിൻ ഫ്ലെയിംസ് ആണെന്ന് കരുതും. അല്ല, നമുക്കെല്ലാവർക്കും എനിക്ക് ജേർണിയിൽ വന്നതിന് ശേഷം ഞാനൊരു ശരിക്കും 2014 റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ട്വിൻ ഫ്ലെയിമിനുമായിട്ട്. 2024 എൻഡ് ചെയ്യുന്നു അല്ലേ. ദാറ്റ് മീൻസ് നിയർലി 10 ഇയർ കഴിയുകയാണ്. അപ്പോൾ ഇതിൽ സെപ്പറേഷൻസ് ഞാൻ അറിയുന്നത് ഒരു 4 ഇയേഴ്സ് ബാക്കാണ്. 2019-22 തമ്മിൽ എൻ്റെ സ്പിരിച്വൽ അവേക്കണിങ് തുടങ്ങുന്നുണ്ട്. ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, ഭയങ്കര തേഴ്സ്റ്റ് വന്ന കുറേ സ്പിരിച്വൽ കാര്യങ്ങളിൽ പോയി പങ്കെടുക്കുന്നതും അറിയുന്നതും അത് സാറ്റിസ്ഫൈഡ് ആവുന്നതും ഭയങ്കര ഡിസാറ്റിസ്ഫിക്കേഷൻസ് ആയിരുന്നു. അങ്ങനെയുള്ള ലാസ്റ്റ് ഇയർ ജേർണിയാണെന്ന് മനസ്സിലാക്കുന്നതും സെപ്പറേഷൻസ് അങ്ങനെ കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഞാനത് പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ഇതിൽ ഒരു ലവേഴ്സ് കാർഡ് കാണിക്കുന്നു. അപ്പോൾ ഹൈലി സോൾമേറ്റ്സ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ സോളിൻ്റെ പാതി ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഈ ലൈഫ് ടൈം, ഇപ്പോൾ ഈ ഒരു ജന്മത്തിൽ എന്നെ ട്വിൻ ഫ്ലെയിമിൽ കണ്ടുമുട്ടണമെന്നില്ല. ചിലവർ ഡീൽ ചെയ്യുന്നത് കാർമികിനെ ആയിരിക്കും, അല്ലെങ്കിൽ സോൾമേറ്റ് ലൈഫായിരിക്കും. അതിൽ ലാസ്റ്റ് ബർത്തൊക്കെ എടുത്തവരാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് കഴിഞ്ഞു ഈ ഒരു കത്തിക്കൽ എന്ന് പറയുന്ന പോലത്തെ നമ്മുടെ കർമ്മം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതോടെ നമ്മുടെ സോള് പ്യൂരിഫൈ ചെയ്ത് ഡിവൈനിലേക്ക് മെർജ് ചെയ്യാൻ പോവുകയാണെന്നുള്ള സോൾസുകാരാണ് ട്വിൻ ഫ്ലെയിം ജേർണി ആയിട്ട് വരുന്നത്. ക്രൂഷ്യൽസ് ആയിട്ടുള്ള കണ്ടീഷൻസാണ്, ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസാണ്. പക്ഷെ ഭയങ്കര പെയിൻ ആയിരിക്കും. പക്ഷെ ആ ഒരു പെയിന് ആ സോളിനെ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന സാറ്റിസ്ഫിക്കേഷൻസ്, അൺകണ്ടീഷണൽ ലവ് ഉണ്ടായിരിക്കും. ഇവരോട് ഒരിക്കലും ഒരു വെറുപ്പോ പകയോ ഒന്നും ഉണ്ടാവില്ല. അവരൊരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവരോട് എപ്പോഴും അൺകണ്ടീഷണൽ ലവ് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ട്വിൻ ഫ്ലെയിം എനർജി കാണിക്കുന്നത്. മേ ബി നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും. ഒരുപാട് നാളായിട്ട്, ഒരു 6 കൊല്ലമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ 6 months to 6 years വരെയൊക്കെ കോണ്ടാക്റ്റ് ഇല്ലാത്തവർ, കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം വരുന്നതായിട്ട് യൂണിവേഴ്സ് പറയുന്നു. ഒരു യൂണിയൻ, അല്ലെങ്കിൽ അതൊരു ഫിസിക്കൽ യൂണിയൻ മീൻസ് ഒരു ടെമ്പററി ആയിരിക്കാം യൂണിയൻ, പെർമനൻറ്റ് ആവണമെന്നല്ല ചിലവർക്ക് ആകാം. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ യുവർ ഹീലിംഗ്. നിങ്ങൾ നന്നായിട്ട് ഇന്നോവൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണി വരുന്നൊരു പേഴ്സൺ ആണെങ്കിൽ ഇന്നോവക്ക് മസ്റ്റായിട്ട് അത് ചെയ്യിപ്പിക്കും യൂണിവേഴ്സ്. അഥവാ ഡിവൈൻ നമ്മൾ എത്ര ഈ കണക്ഷനിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചാലും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇന്നോവക്ക് നമ്മൾ നിർത്തിയാൽ പോലും നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ഈ ഒരു ജേർണിയുടെ ഒരു ഇത്. അല്ലാതെ നോർമലായിട്ട് സ്നേഹിക്കുന്നു, സെപ്പറേറ്റഡ് ആകുന്നു, എന്നിട്ട് നമ്മൾ ഇവരുടെ ട്വിൻ ഫ്ലെയിം ആണ്, അതിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ്, രണ്ടുപേരും ഡെവലപ്പ് ആവുന്നതിൽ ഒരു ഗ്രോത്തും വരുന്നില്ല. ചുമ്മാ ഫിസിക്കൽ അട്രാക്ഷൻ, സെക്ഷുവൽ പ്ലഷർ മാത്രമാണെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്ന് പറയാൻ പറ്റില്ല. ട്വിൻ ഫ്ലെയിമിൽ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ലവേഴ്സ് കാർഡ് കണ്ടതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ആൻഡ് 2 of Pentacles ആൻഡ് മൂൺ കാർഡ് ഉണ്ട്. അപ്പോൾ ഡിവൈൻ പറയുന്നത് ചിലവർക്ക് ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചിലവർക്ക് എന്തായിരിക്കും, മൂൺ എനർജി ആയിരിക്കും. കാണുന്ന പേഴ്സൺ കാണുന്ന പോലെയല്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സംഭവം നടക്കുന്നുണ്ടല്ലേ, ബാലഭാസ്കറിൻ്റെ ഒരു കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ ടാരോ റീഡിങ് ചെയ്ത് നോക്കി. എനിക്ക് ഫീൽ ചെയ്തു ലൈക്ക് ആ ഒരു സോളിൽ എന്താ സംഭവിച്ചത്. അപ്പോൾ എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി. അപ്പോൾ ഫീൽ ചെയ്തത് അങ്ങനെ തന്നെ. കാണുന്ന റിലേഷൻഷിപ്പും അല്ലെങ്കിൽ കാണുന്ന പാർട്ട്ണറും ഒക്കെ നല്ലതാവണമെന്നില്ല. ഒരു ഡബിൾ എനർജി വരാനുള്ള ചാൻസ്. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതും ഞാൻ ഇങ്ങനെ കണ്ണടച്ച് നേരത്തെ ഇരിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. രാവിലെ ഇത് ട്രാവൽ ചെയ്യേണ്ടി വന്നു എറണാകുളത്തേക്ക് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ എണീക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ കണ്ണ് തുറക്കുന്നതിന് മുന്നേ ഒരു ഫേസ് ഉണ്ട്, പക്ഷെ 2 കൂർത്ത പല്ലുകളായിട്ടുള്ളൊരു ഇമേജാണ് വന്നത്. ഒരു ഡെവിൾ എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അറ്റാക്സ് ആയിരിക്കാം. ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പം അങ്ങനെ പ്രസൻസ് ഫീൽ ചെയ്തിട്ട് പേടിയൊന്നുമില്ല, കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് പോകുന്നു. അപ്പോൾ അതാ പറയാം, ചില കണക്ഷൻസ് നമുക്ക് മൂൺ കാർഡ് കണ്ടു, 2 of Pentacles, ഒരു ഉറപ്പില്ലാത്തൊരു കണക്ഷൻസ് വേണമെങ്കിൽ നോക്കാം. സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടുകയാണെങ്കിൽ, കുറച്ച് കഷ്ടപ്പാടാണെങ്കിൽ നിൽക്കാം എന്നൊരു എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ കൃഷ്ണ പറയുന്നത്, നിങ്ങളുടെ സോളിനെ വേദനിപ്പിക്കുന്നതായിട്ട് കണക്ഷൻസ് എടുക്കാതിരിക്കും. കാരണം കോൺസെൻ്റ് നിങ്ങൾ ഏറ്റെടുത്തേ പറ്റും. പക്ഷെ നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് ചെയ്ത് പോകാൻ ചാൻസസ് ഉണ്ട്. മൂൺ എന്ന് പറയുന്നത് സ്കോർപ്പിയോ, ഒരു മൂൺ വാട്ടർ സയൻസ് ആണ് പറയുന്നത്. അത്ര നല്ല കണക്ഷൻസ് അല്ല. മൂൺ വരുമ്പോൾ ഭയങ്കര ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കുറവാണ്. ഈ പറയുന്ന വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പേഴ്സണെ കണ്ടടിച്ചാൽ അവർക്ക് ഒരുപാട് നെഗറ്റീവ് സൈഡ്സ് ഉണ്ടായിരിക്കാം. കാണുമ്പോൾ ഒരു ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ മാരേജ് ചെയ്ത സമയത്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ കാണുന്ന പോലെ അല്ല. ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്ന പേഴ്സണാണ്. മേ ബി ഒരു പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വേറൊരു മുഖമായിരിക്കാം ഹൈഡ് ചെയ്യുന്നത്. മൂൺ കാർഡ് കാണിക്കുന്നത്. താഴെ 2 of Pentacles, ജഗ്ലിംഗ് ആണ്. നിങ്ങളെ വെച്ച് അമ്മാനം ആടിക്കൊണ്ടിരിക്കും. ചില സമയത്ത് അവർക്ക് നിങ്ങളെ വേണമെന്ന് തോന്നും, ചില സമയത്ത് മതി വേറെ നോക്കാം, ഫിനാൻഷ്യലി ഒന്ന് ഗെയിൻ കിട്ടുകയാണെങ്കിൽ അതിൽ നോക്കാം എന്നും പോലും ചിന്തിക്കുന്ന കണക്ഷനെ കാണിക്കുന്നുണ്ട്.
ആൻഡ് ഇപ്പോഴത്തെ ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ 2 രീതിയിലുള്ള ഓപ്ഷൻസ് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ഉണ്ടായിരിക്കും, ചിലപ്പോൾ സോൾമേറ്റ് കൂടി വരുന്നുണ്ടായിരിക്കും, നിങ്ങൾ കൺഫ്യൂസ് ആക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഡിവൈൻ ടെസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ എത്ര ഹീലായി, അല്ലെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനോടുള്ളത് റിയൽ സ്നേഹമാണോ, അൺകണ്ടീഷണൽ ലവ് ആണോ, അതോ കണ്ടീഷൻഡ് ലവ് ആണോ എന്നൊക്കെയാണ് ഇവിടെ ഡിവൈൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഇത്ര രാത്രി നിന്നിട്ട് ഞാൻ റീഡ് ചെയ്യുന്നത്. ഏസ് ഓഫ് കപ്സ് കാണിക്കും നല്ലൊരു പ്രണയം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണോ, അതോ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഇപ്പോൾ ടോക്സിക് പാർട്ട്ണർ വേണോ, ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സസ് ആണ്. എനിക്ക് പേഴ്സണൽ റീഡിങ്സ് വരുമ്പോൾ ഞാൻ പറയും ഇതൊക്കെയാണ് കണ്ടത്. നെഗറ്റീവായിട്ട് കണ്ട നെഗറ്റീവ് തന്നെ ഞാൻ പറയും. എന്നിട്ട് ഞാൻ പറയും എനിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്ത് പോകണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല, ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇതിൽ തുടരുകയാണെങ്കിൽ ഇതന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒട്ടും സന്തോഷമുണ്ടാവില്ല. ലേറ്റർ നിങ്ങൾക്ക് റിഗ്രറ്റ് ആവും, കുറേ കൊല്ലം പോവും, നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടും. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ആക്സെപ്റ്റ് ചെയ്ത് ഹീൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരും. അപ്പോൾ ഏതാണോ വേണ്ടത് എന്ന് യു ക്യാൻ ഡിസൈഡ് എന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടെ പറയാറുണ്ട്. ഏസ് ഓഫ് കപ്സും ഉണ്ട്, താഴെ 8 ഓഫ് കപ്സും ഉണ്ട്. ഏസ് 1 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അബാൻഡൻമെൻറ്റ് ഇഷ്യൂ. നമുക്ക് ഒരുപാട് റിജക്ഷൻസ്, ചെറുതിലെ പാരൻസിൽ നിന്ന് റിജക്ഷൻസ് കിട്ടി, അവർ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, അവർക്ക് വേണ്ട കെയർ നമുക്ക് തരാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ ഉപേക്ഷിച്ച് പോകുമ്പോൾ, ചെറുതായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ പ്രശ്നം വരുമ്പോൾ അപ്പോൾ ചിന്തിക്കും അച്ഛനമ്മയും തമ്മിൽ ഫൈറ്റ് ആയിരുന്നു, അതെൻ്റെ ലൈഫിൽ വരും, ഇതൊക്കെ അവർ ചിന്തിക്കുകയാണ്. അപ്പോൾ ഉപേക്ഷിച്ച് പോവുകയാണ്. അവർക്ക് ഒരുപാട് ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ട്. ഇത് കാണുന്നവർക്ക് നന്നായിട്ട് ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ട്, ഇന്നർ ചൈൽഡ് റിജക്ഷൻസ് ആണ്. ഒരാൾ ചെറുതായിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അവർ ഞാൻ അവോയ്ഡ് ചെയ്തു, എന്തുകൊണ്ടാണ്, ഞാൻ അത്ര വാല്യൂ കുറഞ്ഞതാണോ, ഞാൻ നല്ലതല്ലേ, ഇനി എനിക്കൊരു നല്ല ലൈഫ് ഉണ്ടാവുമോ, തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരാണ് ഈ ഒരു എനർജിയാണ്. 8 ഓഫ് കപ്സ് ആണ്. മൂൺ എഗെയിൻ മൂൺ കണ്ടു. അപ്പോൾ എത്ര പ്രാവശ്യം 3 വന്നു, 1 2 3 എഴുതിയിട്ടുണ്ട്. ഇവിടെയും ഒരു മൂണുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഈ മൂൺ വരുമ്പോൾ ഓരോ ഫേസസ് ആയിരിക്കും. ഫുള്ളായിരിക്കും, ചിലപ്പോൾ ക്വാർട്ടർ ആയിരിക്കും, ഹാഫ് ആയിരിക്കും, ക്രസൻ്റ് ആയിരിക്കും, ബ്ലൂ മൂൺ ആയിരിക്കാം, പല രീതിയിൽ മൂൺ ഫേസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു 2 വീക്സാണ് ശരിക്കും മൂൺ ഒരു കംപ്ലീറ്റ് 0-ൽ നിന്ന് കംപ്ലീറ്റ് ആവാനും കംപ്ലീറ്റ് നിന്ന് 0 ആകാനും എടുക്കുന്ന ഒരു ടൈം, ഫുൾ മൂൺ ന്യൂ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയുള്ള ഒരു പേഴ്സണാണ്. മേ ബി നിങ്ങൾക്കും ആ ഒരു മിററിങ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്കും ഇങ്ങനത്തെ എനർജി ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ നിങ്ങളത് ഹീൽ ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ ഡിവൈൻ പറയുന്നത് കണക്ഷൻ 2 തരത്തിൽ കാണിക്കുന്നുണ്ട്. നല്ല കണക്ഷൻസ്, സോൾമേറ്റ് എനർജി, ഹൈലി സോൾമേറ്റ് കാർഡ് കാണിക്കുന്നു, അല്ലെങ്കിൽ മൂൺ കാർഡ് കാണിക്കുന്നുണ്ട്. മൂൺ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര പന്തിയല്ലാത്തൊരു കണക്ഷനും കാണിക്കുന്നുണ്ട്. നല്ല സോൾമേറ്റ് എനർജി, അല്ലെങ്കിൽ 2 ക്യാരക്ടറും കാണിക്കുന്ന ഒരു പേഴ്സൺ, ഒരുപാട് നിങ്ങളായിട്ട് സ്നേഹിക്കുന്ന ഒരു പേഴ്സണും വരുന്നുണ്ട്. അപ്പോൾ ചെറിയ പിള്ളേരൊക്കെയാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ പ്രണയത്തിലേക്ക് ആകാതിരിക്കുക. വരുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒക്കെ മനസ്സിലത് വെക്കൂ, അതിനെ അവിടെ മാറ്റി വയ്ക്കൂ, കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളൊന്ന് കരിയറിൽ ഒന്ന് വലുതായി വരുമ്പോൾ അവർ അപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇല്ല, അവർ നിങ്ങളുടെ കരിയറിലോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്നതെന്നും മണത്തറിയുമ്പോൾ തന്നെ അവർ മെല്ലെ നൈസായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ റിയൽ കണക്ഷൻസ് അല്ല, മനസ്സിലായി. അപ്പോൾ അതാണ് ഇന്നർ വർക്ക് ചെയ്യാനും നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർത്താൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വൈബ്രേഷൻസ് ഉയർത്തുമ്പോൾ നമുക്കറിയാൻ സാധിക്കും നമുക്ക് മാച്ച് അല്ലാത്ത ഒരുപാട് ലോവർ എനർജീസ് ഏതൊക്കെയാണ്. അവർ നമുക്ക് ഗുണമില്ല, അല്ലെങ്കിൽ ഗുണം എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾക്കത് നല്ലതല്ല നമ്മുടെ ലൈഫിന്. ചിലർ നല്ലതായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ നമ്മൾ ഉയരുമ്പോൾ അവരും ഉയരാൻ ശ്രമിക്കും. ട്വിൻ ഫ്ലെയിമിൻ്റെ കണക്ഷൻ അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് സമയത്ത് ഞാനും എൻ്റെ ഡിയും മിററിങ് ഉണ്ട്. ഞാനൊന്ന് ഹെൽത്തി ആയിട്ട് പോകും, ഓട്ടോമാറ്റിക്കലി അവിടെയും ആ ഒരു ഹെൽത്തി ആവണം എന്നൊരു തോട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ മിററിങ് ഒരുപാട് നടക്കും. അങ്ങനെ മിററിങ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ്റെ ഒരു മൂല്യം പറയാം കേട്ടോ. ഒരു മിനിറ്റ്. അപ്പോൾ ഡിവൈൻ പറയുന്നത് എന്താണ്, എനിക്ക് നൈറ്റ് ഓഫ് സോൾസ് നിങ്ങൾ ലൈഫിലേക്ക് പെട്ടെന്നാണ് വരുന്നത്. എനിക്കിതിൽ കൂടുതൽ റിലേഷൻഷിപ്പിൻ്റെ കേസസാണ് പറയാൻ വന്നിട്ടുള്ളത്. ബിക്കോസ് കപ്സ് ഇമോഷനെ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇമോഷൻസ് ടെസ്റ്റ് ചെയ്യുന്ന അതുമായിട്ടാണ് ഡിവൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ കരിയർ കേസസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻസ് ഉണ്ട് കരിയർ ഫിനാൻസിൽ. പക്ഷേ റിലേഷൻഷിപ്പാണ് ഒരുപാട് കൂടുതൽ നിങ്ങൾക്ക് വലിയ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളതിൽ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർത്തുക. ഓക്കെ, ഓപ്പർച്യൂണിറ്റി എന്നൊരു കാർഡ് ഉണ്ട്. ഒരുപാട് അബണ്ടൻസ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ബിഗ് ഹാപ്പി ചേഞ്ച്, വളരെ വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ദർ ഈസ് സംതിങ് ബെറ്റർ ആയിട്ടുള്ളൊരു സംതിങ് വരുന്നുണ്ട്. ബെറ്റർ മീൻസ് ഞാൻ പറഞ്ഞില്ലേ 2-3 തരം ടൈപ്പ് ഓഫ് എനർജീസ് കാണിക്കുന്നുണ്ട് പേഴ്സൺസിൽ. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ് പേഴ്സൺ വേണ്ടത് എന്നുള്ളത്. ഒരു യെസ് കാർഡ് ഉണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമുക്ക് റീഡിങ് കിട്ടിയിട്ടുള്ളത്. ദെൻ ആസ്ക് യുവർ ഏഞ്ചൽസ്, നിങ്ങളുടെ ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യാൻ ലാസ്റ്റ് ഒരു കാർഡ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മെഡിറ്റേഷനിൽ കണക്ട് ചെയ്യാം. നമ്മൾ ലൈവിൽ എസെൻഷ്യൽ കാർഡ്സിലൂടെ നിങ്ങളുടെ ഡിവൈനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ മീൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ പേഴ്സണൽ റീഡിങ് വന്നു. ഒരു കുട്ടിക്ക് ഞാൻ വായിച്ചപ്പോൾ പോളിൻ്റെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അവർ ഓൾറെഡി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആർട്സ് പരമായിട്ടുള്ളവർക്കാണെങ്കിൽ അതിലൂടെയാണ് ആ ഒരു ഡിവൈൻ്റെ പ്രസൻസ്. അപ്പോൾ ആ ഒരു കുട്ടി ഡാൻസൊക്കെ ചെയ്യുന്നത് തന്നെയാണ്, ആർട്സ് മ്യൂസിക്കൊക്കെ. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ആ ഒരു ലൈവിൽ പോലും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അത് ഡിവൈൻ്റെ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ തോന്നുന്നതും ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതെടുക്കാം. എവിടെയും പോയി നെഗറ്റീവ് പറയാതിരിക്കുക, ഒരാളെയും മോശമായിട്ട് കാണാതിരിക്കുക. എല്ലാവരും ഒരു കാർമിക് റോൾസാണ് പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും. അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ കർമ്മ ക്രിയേറ്റ് ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് നല്ല പഴയ മെമ്മറീസ്, പഴയ പേഴ്സൺസും ഒക്കെ വരുന്നുണ്ട്, പുതിയ പേഴ്സൺസ് വരുന്നുണ്ട്, 2 എനർജിയും കൂടിയുള്ള ആൾക്കാരും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം, വേണോ വേണ്ടയോ എന്ന്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാർഡ്സിൽ കാണുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് സോർഡ്സ് കാണിക്കുന്നു. ഫാസ്റ്റ് ആക്ഷൻ ആണ് കേട്ടോ, പെട്ടെന്ന് വരുന്നതാണ്. മേ ബി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മേ ബി നിങ്ങൾക്ക് പുതിയൊരു പേഴ്സണിൻ്റെ മെസ്സേജ് വരാനോ ഒക്കെ ചാൻസസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡിവൈൻ പാർട്ട്ണറുമായിട്ട് മീറ്റ് ചെയ്യാനും അവർ വരാനും, മേ ബി കുറേ നാളായിട്ട് ഫേക്ക് ട്വിൻ ഫ്ലെയിം ഡീൽ ചെയ്യുന്നവരാണെങ്കിൽ റിയൽ ട്വിൻ ഫ്ലെയിംസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജസ് ഫ്രം ലോർഡ് കൃഷ്ണ വിഷ്ണു എന്നാണ് വായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്ററായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യുക. പിന്നെ ഈ കാണുന്ന മെസ്സേജസ് ഒക്കെ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കാര്യങ്ങളാണ്. മേജർ ആർക്കാരുടെ കാർഡ്സ്, അതുകൊണ്ട് ലോങ് ടേം ആയിട്ട് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ടാരോ കോഴ്സോ പേഴ്സണൽ റീഡിംഗ് ഒക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം, മെസ്സേജ് അയയ്ക്കുക. പിന്നെ പെയ്ഡ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ വെക്കുന്ന ഒരു എമൗണ്ട് നമുക്കൊന്നും ലോകത്ത് ഫ്രീ ആയിട്ട് കിട്ടില്ല. പിന്നെ എനർജി എക്സ്ചേഞ്ചിന് ആ പൈസ വെക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ എനർജി വന്ന് എനിക്ക് ബുദ്ധിമുട്ട് വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് 3 times, ഒരു 3 പ്രാവശ്യം എനിക്കൊരു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു. വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് ബ്ലാക്ക് മാജിക് എനർജീസൊക്കെ വന്നിട്ട്. അപ്പോൾ എനിക്കൊരു എനർജി എക്സ്ചേഞ്ച് അത്യാവശ്യമാണ്. കൂടാതെ പിന്നെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗെയിൻ യൂണിവേഴ്സ് എനിക്ക് സോൾ പർപ്പസിലൂടെയാണ് തരുന്നത്. അപ്പോൾ അതും നമുക്കൊന്നും ഫ്രീ ആയിട്ട് ലഭിക്കില്ല. നിങ്ങളും വർക്ക് ചെയ്യുന്നതാണ്, നിങ്ങൾക്കറിയാം. നിങ്ങൾ ആരെങ്കിലും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുമോ പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ട്? ഇല്ല. നമുക്ക് നമ്മുടെ ലൈഫ് അങ്ങനെയാണല്ലോ 3D വേൾഡ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ നിങ്ങൾ എമൗണ്ട് ഇതാണ്, ചിലവർ എമൗണ്ട് ഇതാണ് പറഞ്ഞാലും അവരുടെ ഇഷ്ടത്തിന് പേയ്മെൻറ്റ് അയക്കുക, അത് വായിക്കൂ, ഇതറിയണം, എനിക്ക് ഇതറിയണം, അങ്ങനെ ഒരു നിങ്ങളുടെ ആ ഒരു സ്വഭാവം 3D വേൾഡ് മാറ്റി വെച്ചിട്ട് വരിക കേട്ടോ. ഇത് 5Dയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് റീഡ് ചെയ്യുന്നത്. 5D എനർജി നിൽക്കുന്ന ഒരു ഹീലറാണ്, അത് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇവിടെ ഒരു നിയമമുണ്ട്, ഇത് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേറെ റീഡേഴ്സ് ഉണ്ട്, അവിടേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിലേക്ക് വരുന്നവരെ ഒക്കെ ഹീൽ ചെയ്ത് വിടുന്നതാണ് എൻ്റെ ഒരു പർപ്പസ്. അപ്പോൾ ഈ ഒരു സെലിബസി ലൈഫിലായതുകൊണ്ടും സ്പിരിച്വൽ ജേർണിയിലായതുകൊണ്ടും ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ടും നമുക്ക് അതിൻ്റേതായിട്ടുള്ള പവർ ഉണ്ടായിരിക്കും. സെലിബസി ലൈഫാണ്. ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായിട്ടുള്ള ഫുഡ്സ് അല്ലെങ്കിൽ ഡ്രസ്സ് തന്നെ സ്പിരിച്വൽ ജേർണിയിൽ വരുമ്പോൾ തന്നെ ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിരുന്ന ഞാൻ, ഹീൽസ് ഇട്ടിരുന്ന ഞാൻ, അതൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടേസ്റ്റ് മാറി. ഫുഡിലാണെങ്കിലും ഇപ്പോൾ കൂടുതലും വീഗൺ ഫുഡ്സാണ് ഇഷ്ടം, വെജായി, അങ്ങനെ ഒരുപാട് മാറ്റം നമുക്ക് വരും. പേഴ്സണൽ ചേഞ്ചസ്, മെൻ്റൽ ചേഞ്ചസ്, തോട്ടിലുള്ള ചേഞ്ചസ്, ഒരു ഭയങ്കര ശക്തി, എനർജി ഉണരും. നമ്മുടെ ശിവയും ഉണരുമ്പോൾ ആ വരുന്ന ആ ഒരു എനർജി വേറെയാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സംസാരിക്കുന്ന രീതികൾ ശ്രദ്ധിക്കുക, നെഗറ്റീവായിട്ട് വരാതിരിക്കുക, നിങ്ങളുടെ എനർജി ഉയർത്തി സംസാരിക്കാതൊക്കെ ഇരിക്കുക. അത് നിങ്ങൾക്ക് തന്നെയാണ് ബാധിക്കുക. നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഡിവൈനുമായിട്ടാണ്, അതിൻ്റെ രൂപമായിട്ടാണ് ഹീലേഴ്സ് ഉണ്ടായിരിക്കുക. ഞാൻ പറയുന്നത് എല്ലാവരും ആകണമെന്നില്ല, റിയലായിട്ട് വരുന്ന കുറേ പേരുണ്ട്. ഓക്കെ, ഈ ഒരു സോൾ പർപ്പസ് ചെയ്യുന്നതായിട്ട്, ബിസിനസ്സായിട്ട് വേറെ, അത് ടാരോ റീഡിങ്ങിന് ഒരുപാട് ബിസിനസ് ആൾക്കാരുണ്ട്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മരിച്ചു പോകുന്നതിനുള്ളിൽ പറ്റുന്നിടത്തോളം പേരിലേക്ക് ആ സോൾ പർപ്പസ് എത്തിക്കാനും അവരുടെ ലൈഫിൽ വെളിച്ചമാകാനുമാണ് അത് ഞാൻ ചെയ്യുന്നത്. അതെൻ്റെ ആത്മാർത്ഥതയോടെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ ചില സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഞാൻ കാർഡ്സ് എടുക്കാറുണ്ട്. കാരണം ആ തിരക്കിനുള്ളിൽ ഇപ്പോൾ ഞാൻ പറയും നാളെ എനിക്ക് റീഡ് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ എനിക്ക് റീഡ് ചെയ്ത് കൊടുക്കും. കാരണം അത് പ്രതീക്ഷിച്ച് നിൽക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിനിടയിൽ എന്തെങ്കിലും ട്രാവലിംഗ് ഉണ്ടായിരിക്കും. ഞാൻ ആ കാർഡും വെച്ച് ഒരു സമയം ഞാൻ ട്രെയിനിലൊക്കെ ഇരുന്ന് റീഡ് ചെയ്ത് കൊടുത്ത അവസരമുണ്ട്. കാരണം എൻ്റെ സോൾ പർപ്പസാണ്.
ഞാൻ ആ ഒരു ക്ലയൻറ്റ് അക്വയറൻറ്റ് വേദനിക്കത്തില്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു പെയിൻ അല്ലേ. അപ്പോൾ അങ്ങനെ പോലും റിസ്ക് എടുത്ത് ഞാൻ റീഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ബിക്കോസ് എനിക്ക് ഭയങ്കര എൻ്റെ ഇന്നർ പീസ് കിട്ടുന്നൊരു സംഭവമാണ് ടാരോ. ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത സംഭവമാണ്. പെട്ടെന്ന് ഒരു 3-4 കൊല്ലം കൊണ്ടാണ് ഈ ടാരോ ഒക്കെ വന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് തെറ്റായിട്ട് റീഡിങ്സ് കിട്ടില്ല, നിങ്ങൾ ഒരിക്കലും മിസ്ലീഡ് ചെയ്യില്ല. വന്നവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഒരുപാട് വെളിച്ചം വന്നു, വിസ്ഡംസ് കിട്ടി, ക്ലാരിറ്റി കിട്ടി, ലൈഫ് ചേഞ്ച് ആകുന്നു എന്നാണ് പറയാറുള്ളത്. ഒരാൾ പോലും ചേച്ചിയുടെ അടുത്ത് റീഡ് എടുത്തിട്ട് ഞാൻ നശിച്ചു പോയി എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ക്യാൻസൽ. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോ കോഴ്സ് വേണമെങ്കിൽ പറയാം. അതുപോലെ സബ് കോൺഷ്യസ് ഹീലിംഗ് ലെവൽ 1 ലെവൽ 2 ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. ലെവൽ 2 ബേസിക്കായിട്ട് ഡീപ്പ് ഇന്നർ ചൈൽഡ് ഹീലിങ്സ് ആണ്, ഫേസ് യോഗ എല്ലാം ഉണ്ട് അതിൽ കേട്ടോ. അപ്പോൾ ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് പേരൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. 10 or 20 അത്ര അവരെ കൂടുതൽ ഡീപ്പറായിട്ട് ഹീൽ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഡിസംബർ വരെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് മന്ത് പുതിയ ഇയറിൽ സബ് കോൺഷ്യസ് ഹീലിംഗ് ഉണ്ടാവുമെന്ന് അറിയില്ല. മേ ബി നെക്സ്റ്റ് അടുത്തതായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു മാറ്റങ്ങളാണ് വരുന്നത്. ഓക്കെ, സോ താങ്ക് യു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കൃഷ്ണ മെസ്സേജസ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസും ബ്ലെസ്സിങ്സും മാജിക്സൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ പ്രാക്ടീസ് മാജിക് 19 ആയിരുന്നു. മാജിക് ഫുഡ് സ്റ്റെപ്സ് ആണ്, ഗ്രാറ്റിറ്റ്യൂഡ് വോക്കാണ് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യും. നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ അടി വെക്കുന്നുണ്ടല്ലേ, ശരിക്കും അത് ഗ്രാറ്റിറ്റ്യൂഡ് വോക്കാണ്. നമ്മൾ നാരായണ പറയുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതൊക്കെ സെയിം തന്നെ, വൈബ്രേഷൻസ് ഉയർത്തുന്ന കാര്യമാണ്. അതിലൂടെ നിങ്ങളുടെ ആ ഒരു എനർജി ഹീൽ ചെയ്യുന്നു അല്ലേ. അടി വയ്ക്കുമ്പോൾ കാലും കൈയൊക്കെ വേദന മാറുമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ എനർജി, നിങ്ങൾ അവിടെ ആ ഒരു ഇതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. താങ്ക് യു എന്ന് പറയുന്നതിന് പകരം ഓം നമോ നാരായണോ അല്ലെങ്കിൽ കൃഷ്ണ ഭജൻ അല്ല മീൻസ് മന്ത്രാസ് യൂസ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ താങ്ക് യു.